കോൺഗ്രസ് വിശ്വപൗരൻ എന്ന ലേബലൊട്ടിച്ച് തലയിലേറ്റ് നടന്ന ശശി തരൂർ ഇപ്പോൾ പാർട്ടിയെ വെട്ടിലാക്കുന്ന കലാപരിപാടി സ്ഥിരമാക്കി മാറ്റിയിരിക്കുകയാണ്. സ്വന്തം നിലപാടുകൾ രാജ്യതാൽപര്യമെന്ന മേമ്പൊടി ചാലിച്ചാണ് തിരുവനന്തപുരം MP അടുത്തിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിലും ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിലും നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിലുമൊക്കെ കോൺഗ്രസ് വിരുദ്ധ നിലപാടുകൾ പറഞ്ഞ് പാർട്ടിക്ക് തലവേദനയായി മാറിയ തരൂരിനെ BJP ഏറ്റെടുക്കുന്ന കാഴ്ചകളും ഇതിനിടയിൽ സംഭവിച്ചു. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക വേളയിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും മകൻ സഞ്ജയ് ഗാന്ധിയെയും കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളിയായ BJP പോലും വിമർശിക്കാത്ത തരത്തിൽ കടന്നാക്രമിച്ചുകൊണ്ട് ലേഖനം എഴുതിക്കൊണ്ടാണ് തരൂർ വാർത്തകളിൽ നിറയുന്നത്. പതിവ് പോലെ BJPയും അതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത പുതിയ ലേഖനത്തോടെ വെളിവാകുന്നത് ശശി തരൂരിലെ അവസരവാദ രാഷ്ട്രീയമാണ് എന്നതാണ്. മുൻപ് അടിയന്തരാവസ്ഥ ജനാധിപത്യ വിരുദ്ധമാണെങ്കിലും ഒരിക്കലും ഭരണഘടനാ വിരുദ്ധമായിരുന്നില്ല എന്ന മുൻ നിലപാടിൽ നിന്നും മലക്കം മറിയുന്ന കാഴ്ചയാണ് പുതിയ ലേഖന വിവാദത്തിൽ കാണുന്നത്. കേന്ദ്ര സർക്കാർ അടിയന്തരാവസ്ഥയെ ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ വിഭജന തന്ത്രം പ്രയോഗിക്കുകയാണെന്നും കഴിഞ്ഞ വർഷം ജൂൺ 27-ന് NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു. അതൊക്കെ വിഴുങ്ങി അടിയന്തരാവസ്ഥയുടെ വാർഷികം കേന്ദ്രവും BJPയും വലിയ പരിപാടികളോടെ ചർച്ചയാക്കുമ്പോഴാണ് അവരെക്കാൾ വലിയ വിമർശനവുമായി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. 2025 ജൂൺ 27-ലെ അഭിമുഖത്തിൽ തരൂർ പറഞ്ഞത് BJP തരാതരം പോലെ ഗോൾ പോസ്റ്റുകൾ മാറ്റുകയാണ്. വർത്തമാനകാല രാഷ്ട്രീയം പറയാതെ 1947-ലെയും 1975-ലെയും കാര്യങ്ങൾ പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുകയാണ്. അടിയന്തരാവസ്ഥ ജനാധിപത്യ വിരുദ്ധമാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അതൊരിക്കലും ഭരണഘടനാ വിരുദ്ധമായിരുന്നില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല. പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതും മറ്റും ജനാധിപത്യ വിരുദ്ധമാണ്. എന്നാൽ ആ നീക്കങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിരുന്നില്ലെന്ന് സങ്കടപൂർവ്വം സമ്മതിക്കേണ്ടി വരും. പുതിയ ലേഖനത്തിൽ പറയുന്നത് ഇപ്പോൾ പ്രോജക്ട് സിൻഡിക്കേറ്റ് എന്ന വാർത്താ ഏജൻസി വഴി പുറത്തുവിട്ട ലേഖനത്തിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് പുറത്തറിയിക്കാൻ വയ്യാത്ത ക്രൂരതകൾ ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും നടത്തിയെന്ന ഗുരുതരമായ ആരോപണം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും MPയുമായ ശശി തരൂർ ഉന്നയിച്ചിരിക്കുന്നത്. സഞ്ജയ് ഗാന്ധി നഗര ഗ്രാമപ്രദേശങ്ങളിൽ ബലം പ്രയോഗിച്ച് വന്ധ്യംകരണ പരിപാടികൾ നടത്തിയെന്നും തരൂർ ലേഖനത്തിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യ മനോഭാവം പൊതുജീവിതത്തെ ദുസ്സഹമാക്കി. രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയുമെന്ന് ഇന്ദിര ശഠിച്ചു. തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറം ലോകം അറിഞ്ഞില്ല. ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായെന്നും പ്രോജക്ട് സിൻഡിക്കേറ്റിന് വേണ്ടി എഴുതിയ ലേഖനത്തിൽ ശശി തരൂർ പറയുന്നു. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിക്കെതിരെയും തരൂർ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർത്തിയത്. സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയുടേതായിരുന്നു. അന്നത്തെ സർക്കാർ ഈ നടപടികൾ ലഘൂകരിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും പാർട്ടിയെയും പുറത്താക്കി ജനം രോഷം പ്രകടിപ്പിച്ചു. ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു. നെഹ്റു കുടുംബത്തിനെതിരെ ലേഖനത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുമ്പോഴും ഇന്നത്തെ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ തരൂർ പ്രശംസിക്കുന്നുണ്ട്. 1975-ലെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ആത്മവിശ്വാസവും അഭിവൃദ്ധിയുമുള്ള ശക്തമായ ജനാധിപത്യ രാജ്യമാണ് ഇന്നത്തേത് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലെ ഭരണകൂടത്തെ തരൂർ പരോക്ഷമായി പ്രശംസിക്കുന്നുമുണ്ട്. അടിയന്തരാവസ്ഥയെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു ഇരുണ്ട അധ്യായമായി മാത്രം ഓർക്കാതെ അതിന്റെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. മുമ്പ് തരൂരിന്റെ പാർട്ടി വിരുദ്ധ നിലപാടുകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച കോൺഗ്രസ് ദേശീയ നേതാക്കൾ ലേഖനത്തിൽ പരസ്യ പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. ലേഖനം വായിച്ചിട്ടില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒഴിച്ച് കേരളത്തിലെ മറ്റ് നേതാക്കൾ തരൂരിന്റെ ലേഖനം കണ്ട ഭാവം നടിച്ചിട്ടില്ല. ശശി തരൂരിന്റെ ലേഖനം വായിച്ചിരുന്നെന്നും തനിക്ക് തന്റേതായ അഭിപ്രായമുണ്ട്, പക്ഷേ താൻ പറയില്ല എന്നുമായിരുന്നു VD സതീശന്റെ പ്രതികരണം. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തിന് നടപടികളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിൽ തരൂരിന്റെ ലേഖനത്തിൽ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാടും നടപടിയും സ്വീകരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.